സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രൂട്ട് സാലഡ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഫ്രൂട്ട് സാലഡ് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, അതുപോലെ ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റാർഡ്. ഫ്രൂട്ട് സാലഡ് വിത്ത് കസ്റ്റാർഡിന്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവര് കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ നാടൻ രീതിയിലുള്ള ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. നമുക്ക് പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ടും തയ്യാറാക്കാം, കുക്ക് ചെയ്യാതെയും തയ്യാറാക്കാം. പക്ഷെ കുക്ക് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ നമ്മുടെ നിമിഷാസ് കിച്ചൻ്റെ ലോഗോ റെഡി ആയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ വൻ പരാജയമായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ലോഗോ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ അവസാനം എൻ്റെ ഫ്രണ്ട് അഭിജിത്താണ് ലോഗോ ഉണ്ടാക്കിയത്. അപ്പോൾ താങ്ക്സ് ടു അഭിജിത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പോമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിള്, പിന്നെ 2 കളറ് മുന്തിരി, പിന്നെ പഴം എടുത്തിരിക്കുന്നത് ഞാൻ റോബസ്റ്റ പഴം കേട്ടോ എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് സ്ട്രോബെറി, പിന്നെ ജൂജുബ. ഇതിപ്പോൾ അളവ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ, എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ ഈ ഓറഞ്ച്, പപ്പായ, വാട്ടർമെലൻ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് മുറിച്ചെടുക്കണം. പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം മാറ്റിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ പൈനാപ്പിൾ ഒരെണ്ണം മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലെ ഈ ഒരു പോർഷനില്ലേ, ഈ ഹാർഡായിട്ടുള്ള ഭാഗം, അതും ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, പൈനാപ്പിൾ എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ആ പൈനാപ്പിൾ മുഴുവനായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഫ്രൂട്ട് സാലഡാണ്. ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ട് തയ്യാറാക്കണേക്കാളും. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്. നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മധുരം കുറവാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, പക്ഷെ അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോൾ തന്നെയാണ് കേട്ടത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്ന് ഈ പൈനാപ്പിൾ നല്ലപോലെ തന്നെ കുക്കായിട്ട് വരണം. പക്ഷെ കുക്കായിട്ട് വെന്ത് ഉടയാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഇത് വെന്ത് വരേണ്ടത്. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ കുറച്ച് തിക്കായിട്ട് വരും. ഒരുപാട് തിക്കായിട്ട് വരരുത്, എന്നാലും അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പഴം തന്നെ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും കൂടി ആകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് മുറിച്ചെടുക്കുന്നത്.
ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പോമഗ്രാനൈറ്റ് ഒന്ന് മുറിച്ചെടുക്കാം. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ എന്താ പറയുക, പല കളറിലുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് സാലഡ് നല്ല കളർഫുള്ളായിട്ട് തന്നെ മാറും. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. പോമഗ്രാനൈറ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പോമഗ്രാനൈറ്റും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്തിരിയും മുറിച്ചിട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ കുരുവൊന്നുമില്ല. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കിവി വേണമെന്നുണ്ടെങ്കിൽ കിവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിയർ ഉപയോഗിക്കാം. ഇത് മതിയാവും, എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സും നമുക്ക് കുറച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേപ്സിനൊക്കെ നല്ല മധുരമുണ്ട്. ഇനി ഇതും ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഇങ്ങനെ നീളത്തിലല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനെല്ലാം കട്ട് ചെയ്തിട്ടെ. ഇപ്പം ഞാൻ മുന്തിരി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സ്ട്രോബെറിയും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറിയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജൂജുബ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം ചേർക്കണുള്ളൂ. പിന്നെ സപ്പോട്ട അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിന് അത്രയ്ക്കൊരു ടേസ്റ്റ് കൊടുക്കില്ല. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനം നമുക്ക് ആപ്പിളും കൂടിയും കട്ട് ചെയ്തെടുക്കാം. ആപ്പിളിൻ്റെ തൊലി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, തൊലി വയ്ക്കണില്ല. ഇത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ആപ്പിള് അതുപോലെ പിയർ ഒക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കളർ മാറുമല്ലോ. അപ്പോൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിനി ആപ്പിളിൻ്റെ മുകളിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ബനാനയും നമ്മൾ മുറിച്ചിട്ടില്ലേ, അതും ചെറുതായിട്ടൊന്ന് കളർ മാറുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നിൻ്റെയും കളറൊന്നും മാറില്ല. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ഫ്രൂട്ട്സൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ മതി. ഇതിപ്പോൾ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം നമ്മുടെ പൈനാപ്പിൾ കുക്കായിക്കൊണ്ടിരിക്കണമല്ലോ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വെന്തോ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഷുഗർ സിറപ്പിന് നല്ല പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഞാൻ രണ്ട് രീതിയിലും ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാറുണ്ട്. ഫ്രൂട്ട്സ് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടും അതുപോലെ പൈനാപ്പിൾ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, അതായത് തണുപ്പിച്ചതിന് ശേഷം. പിന്നെ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടും വന്നിട്ടുണ്ട്, ആവശ്യത്തിന് മധുരവും ഉണ്ട് ഇതിന്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പൈനാപ്പിൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി.
ഇത്രയും ഷുഗർ സിറപ്പും ഉണ്ട് ഇതിൽ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രൂട്ട്സില്ലേ, അത് ഈ പൈനാപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും കൂടി ഷുഗർ സിറപ്പായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അത്യാവശ്യം ഷുഗർ സിറപ്പ് ഉണ്ടാവണുണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2-3 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ടാവും. അതുപോലെ ഷുഗർ സിറപ്പ് ഈ ഫ്രൂട്ട്സിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസെൻസ് ചേർത്തില്ല എന്നുണ്ടെങ്കിലും ഇതിന് നല്ല ഫ്ലേവർ ഉണ്ട് പൈനാപ്പിളിൻ്റെ. അതായത് എസെൻസിനേക്കാളും നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. നമ്മൾ പഞ്ചസാരയും പൈനാപ്പിളും ഒക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തുല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഞാൻ എന്തായാലും വാനില എസെൻസ് ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഷുഗർ സിറപ്പൊക്കെ അത്യാവശ്യം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഈ ഷുഗർ സിറപ്പോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ ബൗളിലും ഇതുപോലെ ആക്കട്ടെ, അതിനുശേഷം നമുക്ക് ഐസ്ക്രീം വയ്ക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസ്സിലൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കണത് ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. എല്ലാത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. വാനില ഐസ്ക്രീമിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. വാനില ഐസ്ക്രീം മാത്രമല്ല, സ്ട്രോബെറി ഐസ്ക്രീം, അതുപോലെ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും വയ്ക്കാം. കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ.